ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു പോക്കറ്റ് സ്കൂൾ. നമ്മൾ ബഹുപദങ്ങൾ പോളിനോമിയൽ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതിന്റെ തുടർച്ചയാണ് പറയുന്നത്. ചില സമയങ്ങളിൽ നമുക്ക് രണ്ടാംകൃതി ബഹുപദത്തെ ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമാക്കി മാറ്റാൻ കഴിയാത്ത സന്ദർഭമുണ്ട്. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും പിന്നെ ചിലപ്പോൾ നമുക്ക് ഈ തുകയും ഗുണനഫലവും കിട്ടാതെ വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഒന്നാം കൃതിയുടെ ഗുണനഫലമാക്കി മാറ്റുന്നത് എന്നുള്ള രൂപവും പിന്നെ ഇമ്പോർട്ടന്റ് ആയി വരുന്ന ഒരു കെയുടെ വില കാണുന്ന ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഓക്കെ, അപ്പോ മക്കളെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ റൈറ്റ് ദ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഗിവൺ ബിലോ ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. ഓക്കെ, അതില് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ x² - 20x + 91. ഓക്കെ, ചുവടെയുള്ള രണ്ടാംകൃതി ബഹുപദങ്ങളെ ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക എന്നാ പറയുന്നത് കേട്ടോ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഈ എക്സിന്റെ കൂടെ വരുന്ന സംഖ്യ കൂട്ടിയാൽ കിട്ടണം, എക്സ് ഇല്ലാത്ത പദം ഗുണിച്ചാൽ കിട്ടണം. അങ്ങനത്തെ രണ്ട് നമ്പർ കണ്ടുപിടിച്ചാൽ നമുക്ക് ഘടകങ്ങളാക്കുന്ന രീതി നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. പക്ഷെ ഈ വലിയ നമ്പറൊക്കെ വരുന്ന സമയത്ത് അത്ര എളുപ്പത്തിൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയൂല. നമുക്ക് ഒറ്റയടിക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റൂല. ഏതൊക്കെ നമ്പറാണെന്ന് നമുക്ക് കണ്ടെത്താൻ പ്രയാസം വരും. ആ സമയത്ത് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, രണ്ടാംകൃതി സമവാക്യങ്ങൾ എന്ന് പറയുന്ന പാഠത്തിൽ നമ്മൾ പഠിച്ച ഭാഗങ്ങളിലേക്ക് നമ്മളൊന്ന് തിരിച്ചു പോകണം. അവിടെ നമ്മള് രണ്ടാംകൃതി സമവാക്യത്തിൽ എക്സിന്റെ വില കണ്ടുപിടിക്കുന്നത് പഠിച്ചില്ലായിരുന്നു. എന്താ പഠിച്ചത്? എക്സിന്റെ വില എങ്ങനെയാ കണ്ടുപിടിച്ചിരുന്നത്? അവിടെ നമ്മളൊരു ഫോർമുല പഠിച്ചതായി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഏതായിരുന്നു ഫോർമുല? എക്സ് is equal to -b + or - √b² - 4ac divided by 2a. ഇങ്ങനത്തെ ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചിരുന്നില്ലേ? ഇതിൽ നമ്മൾ എക്സിന്റെ വില കണ്ടുപിടിച്ചതും അന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ 4th ചാപ്റ്ററിലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ കണ്ടാൽ മതി കേട്ടോ. എന്തായിരുന്നു? x is equal to -b + or - √b² - 4ac divided by 2a. അപ്പൊ ഇതിൽ നമ്മൾ എക്സിന്റെ വില കണ്ടുപിടിക്കല് എങ്ങനെയാണ്? ഇവിടെ അന്ന് രണ്ടാംകൃതി സമവാക്യത്തിന്റെ ബേസിക് ഫോം നമ്മൾ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞിരുന്നത്? ax² + bx + c. ഇതാണ് രണ്ടാംകൃതി സമവാക്യത്തിന്റെ ബേസിക് ഫോം നമ്മൾ പറഞ്ഞത്. അപ്പൊ x² കൂടെ വരുന്നതാണ് a. അപ്പൊ a is equal to a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x² കൂടെ ഇവിടെ 1 ആണ്, ഒരു x² എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് b എന്ന് പറഞ്ഞാലോ? b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -20 ആണ്, -20 ആണ്. c എന്ന് പറയുന്നതോ? c എന്ന് പറഞ്ഞാൽ 91 ഓക്കെ, c 91 ആണ്, b -20 ആണ്, a എന്ന് പറഞ്ഞാൽ 1 ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഫോർമുലയിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? -b. bക്ക് പകരം എന്ത് കൊടുക്കണം? -20 + or - √b² എന്ത് കൊടുക്കുന്നു? -20² - 4. ഈ 4 ആട്ടോ, ഈ 4 ഇൻറ്റു എക്ക് എന്ത് കൊടുക്കുന്നു? 1 ഇൻറ്റു സിക്ക് എന്താ കൊടുക്കുന്നത്? 91 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്ക് വീണ്ടും എന്ത് കൊടുക്കുന്നു? 1 എന്ന് കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് -20 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 20 എന്ന് കിട്ടുന്നുണ്ട്. 20 + or - -20യുടെ സ്ക്വയർ എന്താ? -20യുടെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 400 ആണ് വരുന്നത്, 400. ഓക്കെ, -4 ഇൻറ്റു 1 ഇൻറ്റു 91 എത്ര കിട്ടും? 4 4 4 9 36 364. -20ന്റെ സ്ക്വയർ 400 കിട്ടിയാ അറിയാലോ അല്ലെ? 2ന്റെ സ്ക്വയർ ആണ് എന്ത്? 4 വരുന്നത്. ഓക്കെ, അപ്പൊ ഒരു 0 വന്നാൽ 2 0 നമ്മൾ ഇട്ട് കൊടുക്കും അല്ലേ? ഓക്കെ, ഇനി നമ്മൾ 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2 ആയി മാറി. ഓക്കെ, ഇനി ഇതിനെ വീണ്ടും നമ്മൾ സിംപ്ലിഫൈ ചെയ്യാണ്. 20 + or - 400 364 കുറച്ച എന്താ മക്കളെ? എന്താ കിട്ടുക? എന്ത് കിട്ടും? 364 കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 36 ആണ് കിട്ടുക, ഡിവൈഡഡ് ബൈ 2. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പൊ എന്താ വരുന്നത്? 20 സമം എന്ത് വരുന്നുണ്ട്? 20 + or - √36. 36 റൂട്ട് എന്താ കിട്ടുന്നത്? 36 റൂട്ട് 6 ആണ് കിട്ടുന്നത് അല്ലെ? 6 × 6 അല്ലേ 36 വരിക. ഓക്കെ, ഡിവൈഡഡ് ബൈ 2.
ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് 20 പ്ലസ് 6 എടുക്കാം. 20 പ്ലസ് 6/2. സെക്കൻഡ് കേസിൽ നമുക്ക് എന്തെടുക്കാം? 20 മൈനസ് 6/2. അപ്പൊ 20 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 26 എന്ന് കിട്ടും. 20 പ്ലസ് 6 എന്ന് പറഞ്ഞെങ്കിൽ 26 കിട്ടി. 26/2 എന്ന് പറഞ്ഞാൽ എന്താ? 26ന്റെ പകുതി എത്രയാ? 13 ആണ്. 20 മൈനസ് 6 എന്ന് പറഞ്ഞാലോ 14 ആണ്. 14ന്റെ പകുതിയോ 7. അപ്പൊ എക്സിന്റെ വിലകൾ എന്ത് കിട്ടി? എക്സിന്റെ വില x സമം 13 എന്നും കിട്ടി, x സമം 7 എന്നും കിട്ടി. ഇതാണ് പരിഹാരങ്ങൾ. അപ്പൊ ഇങ്ങനെ ഈ ഫോർമുല വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് സൊല്യൂഷൻ ആണ് കിട്ടുക, പരിഹാരമാണ് കിട്ടുക. അപ്പൊ ഇതിനെ എങ്ങനെ നമ്മൾ ഘടകങ്ങളാക്കുക? ഘടകങ്ങളാക്കി മാറ്റുന്ന സമയത്ത് ശ്രദ്ധിക്കണം, എക്സ് ഈ പ്ലസ് 13 പോകുന്ന എന്തായി? മൈനസ് 13. ഇവിടെ എക്സ് ഈ 7 പോകുന്ന എന്തായി? മൈനസ് 7 ഇതാണ് ഇതിന്റെ ഘടകങ്ങൾ, ഫാക്ടേഴ്സ്. ഇതാണ് ഇതിന്റെ എന്ത്? പരിഹാരങ്ങൾ, സൊല്യൂഷൻസ്. ഓക്കെ, അപ്പൊ ഈ ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടുക സൊല്യൂഷൻ ആണ്, പിന്നെയാണ് നമ്മൾ ഫാക്ടർ ആക്കി മാറ്റുന്നത്. പരിഹാരം കിട്ടിയതിന് ശേഷം ഘടകങ്ങളാക്കി മാറ്റുന്നു. നേരെ മറിച്ച് കൂട്ടിയാൽ -20 ഗുണിച്ചാൽ 91 എത്തുന്ന നമ്പർ നോക്കുമ്പോൾ ആദ്യം നമുക്ക് ഘടകങ്ങളിലേക്ക് വന്നിട്ട് പിന്നെയാണ് നമ്മൾ പരിഹാരങ്ങളിലേക്ക് പോകുന്നത്. ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഈ രൂപത്തിലാണ് ഇതിന്റെ പരിഹാരങ്ങളും ഘടകങ്ങളും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ഇനി മക്കളെ, ഇതുപോലെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ 4x² മൈനസ് 16x പ്ലസ് 15. ഓക്കെ, 4x² മൈനസ് 16x പ്ലസ് 15. ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക എന്നാണ് കേട്ടോ. ഈ രണ്ടാം കൃതിയെ ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതണം. എങ്ങനെയാണ് നമ്മൾ ഗുണനഫലമായി എഴുതുക? അപ്പൊ ഇവിടെ നമ്മൾ ഒരിക്കലും തന്നെ എക്സിന്റെ കൂടെ വരുന്ന 16ഉം കൂട്ടിയാൽ ഇത് 15 ഗുണിച്ചാലും കിട്ടുന്നത് നോക്കാൻ പറ്റില്ല. കാരണം ഇവിടെ x² കൂടെ വരുന്ന ഒരു 4ആണ്. x² കൂടെ 1 ആണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ 4x² മൈനസ് 16x പ്ലസ് 15 എന്ന് പറയുന്ന ഈ രണ്ടാം കൃതി ബഹുപദത്തെ ഒന്നാം കൃതിയുടെ ഗുണനഫലമാക്കി മാറ്റാൻ നമ്മൾ ആ ഫോർമുലയിലേക്ക് തന്നെ പോകണം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം എ എന്താണ്? ഇത് എ എന്ന് പറഞ്ഞാൽ എന്താ? 4 ആണ്. ബി എന്ന് പറഞ്ഞാൽ എന്താ? -16 ആണ്. സി എന്ന് പറഞ്ഞാൽ എന്താ? 15 ആണ്. അതുപോലെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇനി ഫോർമുലയിലേക്ക് കൊടുക്കാം. x is equal to -b plus or minus root of b² minus 4ac divided by 2a. ഓക്കെ, ഇനി ഇതിന്റെ വാല്യൂസ് കൊടുക്കുക കേട്ടോ. മൈനസ് ഓ ബിക്ക് പകരം -16 പ്ലസ് ഓ മൈനസ് റൂട്ട് ഓ b² എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? -16² മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു സി ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? 2 ഇൻറ്റു എക്ക് പകരം 4 കൊടുക്കുന്നു. മൈനസ് ഓഫ് -16 എന്താ? മൈനസ് ഓഫ് -16 എന്ന് പറഞ്ഞാൽ 16 ആണ്. ഓക്കെ, മൈനസ് പറഞ്ഞാൽ പ്ലസ് അല്ലേ? 16 ഡിവൈഡഡ് റൂട്ട് ഓഫ് -16ന്റെ സ്ക്വയർ എന്താ? -16ന്റെ സ്ക്വയർ 16 ഇൻറ്റു 16 എന്ന് പറഞ്ഞാൽ 256 ആണ്. മൈനസ് 4 ഇൻറ്റു 4 16, 16 ഇൻറ്റു 15 എത്രയാ? 240 ആണ് കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഗുണിച്ച് നോക്കിയാൽ മതി. ഇവിടെ 16 ഇൻറ്റു 15 5 എത്ര വരും? 30. 5 1 5 8 1 6 1 കൂട്ടിയുണ്ടെങ്കിൽ എന്ത് കിട്ടുന്നുണ്ട്? 0. 8 6 14 4 240 തന്നെയാണ് കേട്ടോ. 240 ഡിവൈഡഡ് ബൈ 2 4 8 എന്ന് കിട്ടും. നെക്സ്റ്റ് 16 പ്ലസ് ഓ മൈനസ് 256 240 കുറച്ച് അത്ര 16 കിട്ടുക. 16 ഡിവൈഡഡ് ബൈ 8. ഓക്കെ, ഇനി അതിന് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പറഞ്ഞോളൂ എന്താ കിട്ടുന്നത്? 16 പ്ലസ് ഓ മൈനസ് 16 റൂട്ട് എന്താ? റൂട്ട് ഓഫ് 16 എന്ന് പറഞ്ഞാൽ 4 ഡിവൈഡഡ് ബൈ 8. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? 16 പ്ലസ് 4/8. 16 പ്ലസ് 4/8. ആദ്യം പ്ലസ് കേസ് എടുത്തു, പിന്നെ എന്ത് ചെയ്യാ? മൈനസ് കേസ് കൊടുക്കുക കേട്ടോ. ആദ്യം പ്ലസ് കേസ് എടുക്കുക, പിന്നെ മൈനസ് കേസ് കൊടുക്കുക. അപ്പം പ്ലസ് കേസ് എടുക്കുന്ന സമയത്ത് 16 4 കൂട്ടിയ 20. 20/8 എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് വെട്ടിച്ചെറുതാക്കാം. 4 കൊണ്ട് വെട്ടാം. 20 4 5 തവണയാണ്. 8 4 എത്ര തവണയാ? 8 4 2 തവണയാണ്. അപ്പൊ 20/8 നമുക്ക് 5/2 തരാം. അതുപോലെ 16 മൈനസ് 4/8 നമുക്ക് എന്താക്കാം? 16 4 കുറച്ചുണ്ടെങ്കിൽ എന്താ കിട്ടുക? 12. 12/8 നമുക്ക് വെട്ടിച്ചെറുതാം.
ചെറുതാക്കുമ്പോ 4 കൊണ്ട് തന്നെ വെട്ടാൻ പറ്റുമല്ലോ. 3/2 അല്ലേ, 4 3/2. അപ്പൊ എക്സിന്റെ വില കിട്ടിയത് 1 5/2 എന്നാണ് കിട്ടിയത്. രണ്ടാമത്തെ എക്സിന്റെ വില കിട്ടിയത് എന്താ 3/2 എന്നാണ്. എക്സ് 5/2 എക്സ് 3/2 ആണെങ്കിൽ ഘടകങ്ങളാക്കിയത് എങ്ങനെയായിരുന്നു? ഫാക്ടേഴ്സ് എക്സ് ഈ 5/2 ഇങ്ങോട്ട് പോകുമ്പോൾ -5/2 അല്ലെ, ഏതാ ചിഹ്നമുള്ളത് അത് മാറി വരും. 5/2 ഇവിടെ എന്ത് വരും? എക്സ് -3/2. അതായത് ഘടകങ്ങൾ x -5/2 x -3/2 ഘടകങ്ങൾ. ഓക്കെ, ഇനി മക്കളെ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇനി ഈ രൂപത്തിൽ ക്വസ്റ്റ്യൻ വന്നാൽ ചുവടെയുള്ള ബഹുപദങ്ങളെ ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതാൻ കഴിയില്ലെന്ന് തെളിയിക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ ഞാൻ സാധാരണ രീതിയിൽ ചോദിക്കാറുണ്ട് കേട്ടോ. പ്രൂവ് ദാറ്റ് നൺ ഓഫ് ദ പോളിനോമിയൽ ബിലോ ക്യാൻ ബി ഫാക്ടേർഡ് ഇൻടു എ പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോ ശ്രദ്ധിക്കണേ. അപ്പൊ ഇവിടെ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇതില് നൺ ഓഫ് ദ പോളിനോമിയൽ, ഒരു പോളിനോമിയലും ഫസ്റ്റ് ഡിഗ്രിയുടെ പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ കഴിയില്ല. രണ്ടാം കൃതി ബഹുപദത്തെ ഒന്നാം കൃതിയുടെ ഗുണനഫലമായി എഴുതാൻ കഴിയില്ല എന്ന് തെളിയിക്കണം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് x² + x + 1. x² + x + 1 എന്ന് പറയുന്ന രണ്ടാം കൃതി ബഹുപദത്തെ ഒന്നാം കൃതിയുടെ ഗുണനഫലമായി എഴുതാൻ കഴിയില്ല എന്നാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ചെയ്യുന്ന ഭാഗമാണ് ശ്രദ്ധിക്കുക. ഇവിടെ ഇങ്ങനെ ഈ രണ്ടാം കൃതി ഒന്നാം കൃതിയുടെ ഗുണഫലമാക്കി എഴുതാൻ പറ്റും. സെക്കൻഡ് ഡിഗ്രി ഫസ്റ്റ് ഡിഗ്രിയുടെ പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ കഴിയൂല എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ സെക്കൻഡ് ഡിഗ്രി രണ്ടാം കൃതി സമവാക്യത്തിൽ പഠിച്ച വിവേചകൻ ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്ന ഐഡിയയിലേക്ക് പോയാൽ മതി. നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. ഓക്കെ, അതായത് എന്തായിരുന്നു വിവേചകൻ ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഓർക്കുന്നില്ലേ? അന്ന് നമ്മൾ പറഞ്ഞില്ലേ b² - 4ac എന്ന് പറഞ്ഞിരുന്നല്ലോ. ആ b² - 4ac കണ്ടുപിടിക്കുക. ആ b² - 4ac ഇതിന്റെ a എന്ന് പറഞ്ഞ x² കൂടെ വരുന്ന സംഖ്യ 1 ആണ് അല്ലെ, x² കൂടെ x² ആണ്. ബി എന്ന് പറഞ്ഞ എക്സിന്റെ കൂടെ വരുന്ന സംഖ്യ എന്താ? എക്സിന്റെ കൂടെയും 1 തന്നെയാണ്. സി എന്ന് പറഞ്ഞ എന്താ? കോൺസ്റ്റന്റ് ടേമും എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പൊ എ ബി സി എന്ന് പറയുന്ന നമ്പേഴ്സ് ഇതെല്ലാം. അപ്പൊ b² - 4ac എന്ന് പറയുന്നത് ഡിസ്ക്രിമിനന്റ് വിവേചനം കണ്ടുപിടിക്കുക. അപ്പൊ b² പകരം 1² -4 × എക്ക് പകരം 1 × സിക്ക് പകരം 1. 1² എന്ന് പറഞ്ഞാൽ 1, 4 × 1 × 1 പറഞ്ഞാൽ 4 തന്നെ അല്ലേ, 4 × 4 4 × 4 അല്ലേ. 1 - 4 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? -3 ആണ്. അത് 0-ത്തേക്കാൾ വലുതോ ചെറുതോ? യെസ്, ഇത് 0-ത്തേക്കാൾ ചെറുതാണ്. കാരണം നെഗറ്റീവ് വന്നാൽ അത് 0-ത്തേക്കാൾ ചെറുതാണല്ലോ. അപ്പൊ 0-ത്തേക്കാൾ ചെറുതാണെങ്കിൽ b² - 4ac <0 ആണെങ്കിൽ എന്താ സംഭവിക്കുക? നോ സൊല്യൂഷൻ ആണ്. ഇതിന് പരിഹാരങ്ങളില്ല. x² + x + 1 വിലകളില്ല. അങ്ങനെ വിലകളില്ലെങ്കിൽ ഇതിനെന്താണ്? ഒന്നാം കൃതിയുടെ ഗുണനഫലമായി എഴുതാൻ കഴിയൂല. അപ്പൊ ഈ b² - 4ac കണ്ട ഒരു നെഗറ്റീവ് നമ്പർ കിട്ടിയാൽ പിന്നെന്താണ്? പിന്നെ അതിന് പരിഹാരമില്ല. പരിഹാരമില്ലെങ്കിൽ ഇതിനെ ഒന്നാം കൃതിയുടെ ഗുണനഫലമായി എഴുതാൻ കഴിയില്ല. ഈ ഐഡിയ നമുക്ക് ഓർമ്മയിലുണ്ടായാൽ മതി കേട്ടോ. ഒരൊറ്റ പാഠം കൂടെ ഒന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. x² + 4x + 5. ഇതിന്റെ വിവേചകം ഒന്ന് കണ്ടുനോക്കാം നമുക്ക്. ഡിസ്ക്രിമിനന്റ് എന്താ? എ എന്ന് പറഞ്ഞ 1 ആണ്, ബി എന്ന് പറഞ്ഞ എന്താ 4 ആണ്, സി എന്ന് പറഞ്ഞ എന്താ 5 ആണ്. ആ b² - 4ac ഇതിന്റെ ഡിസ്ക്രിമിനന്റ് ശ്രദ്ധിച്ചേ. ബിക്ക് പകരം എന്ത് കൊടുക്കുന്നു? 4² -4 × എക്ക് പകരം എന്ത് കൊടുക്കുന്നു? 1 × സിക്ക് പകരം 5 കൊടുക്കുന്നു. 4² എന്താ? 4 × 4 4 × 4 16 4 1s are 4 4 5s are 20. ഓക്കെ, 16 - 20 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? -4. ഇതും എന്ത് തന്നെയാ? 0-ത്തേക്കാൾ ചെറുതാണ്. 16 - 20 പറഞ്ഞാൽ വലുതിന് ചെറുതൊക്കെ വലുതിന്റെ ചിഹ്നടാ, അതൊക്കെ അറിയുന്നതല്ലേ. ഓക്കെ, അപ്പൊ -4 എന്ന് കിട്ടും. -4 0-ത്തേക്കാൾ ചെറുതാണ്. 0-ത്തേക്കാൾ ചെറുതായത് കൊണ്ട് ഇതിനെന്താണ്? പരിഹാരങ്ങളില്ല, സൊല്യൂഷൻ ഇല്ല. അതുകൊണ്ട് ഈ ബഹുപദത്തെ ഒന്നാം കൃതിയുടെ ഗുണനഫലമായി എഴുതാൻ കഴിയില്ല. ഈ പോളിനോമിയലിനെ ഫസ്റ്റ് ഡിഗ്രിയുടെ പ്രൊഡക്റ്റ് ആക്കി എഴുതാൻ കഴിയില്ല. ബിക്കോസ് ഓഫ് ഹിയർ ഡിസ്ക്രിമിനന്റ് <0. ഓക്കെ, യെസ്. ഇനി മക്കളെ ഒരു വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതിൽ പറയുന്നത് വേറെ കെയുടെ വില കാണാൻ പറയുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ആ ക്വസ്റ്റ്യനിലേക്ക് വരാൻ ശ്രദ്ധിക്കുക കേട്ടോ. യെസ്, ക്വസ്റ്റ്യൻ. ദ പോളിനോമിയൽ kx² + 2x - 5 kx² + 2x - 5 k² + 2x - 5. What number must be taken as k to get a polynomial for which x - 1 is a factor എന്നാണ് കേട്ടോ. അതായത് ഒരു ബഹുപദം, ഈ ബഹുപദത്തിന്റെ
kx² + 2x - 5 എന്ന് പറയുന്ന എന്ന ബഹുപദത്തിൽ k ആയി ഏത് സംഖ്യ എടുത്താലാണ് x - 1 ഘടകമായ ബഹുപദം കിട്ടുന്നത്? എന്താണ്? kx² + 2x - 5 എന്ന ബഹുപദത്തിൽ k ആയി ഏത് സംഖ്യ എടുത്താലാണ് x - 1 ഘടകമായ ബഹുപദം കിട്ടുന്നത്? അതായത് ഇതില് kക്ക് ഏത് സംഖ്യ കൊടുക്കുമ്പോഴാണ് x - 1 ഘടകമാവാന്ന. ഇതിന്റെ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു എങ്ങനെ നമ്മൾ ഘടകം ചെക്ക് ചെയ്തിരുന്നത്. ഘടകം ചെക്ക് ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ എന്താ, x - a ഘടകമാകണമെങ്കിൽ നമ്മൾ എന്താ പഠിച്ചത്? p of a 0 ആവണം നമ്മൾ പഠിച്ചിരുന്നില്ലേ? അപ്പൊ x - 1 ഘടകമാവണമെങ്കിൽ ആരാ 0 ആവേണ്ടത്? x - 1 ഘടകമാവണമെങ്കിൽ p of 1 ആണ് 0 ആവേണ്ടത്. p of 1 0 ആയാൽ മാത്രമേ x - 1 ഘടകമാവൂ. ഇതാണ് നമ്മുടെ p of x. അപ്പൊ ഈ p of x ൽ നമ്മൾ എന്ത് ചെയ്യണം? p of 1 കണ്ടുപിടിക്കണം. p of 1 കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, x ന്റെ സ്ഥാനത്തൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം? x ന്റെ സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്നു k × 1². x ന്റെ സ്ഥാനത്ത് 1² എന്ന് കൊടുത്തു, പ്ലസ് 2 × x ന്റെ സ്ഥാനത്ത് എന്ത് ചെയ്തു? 1 എന്ന് കൊടുത്തു, -5 ഘടകമാവണമെങ്കിൽ = 0 ആവണം. ഓക്കെ, നെക്സ്റ്റ് k × 1². 1ന്റെ സ്ക്വയർ എന്താ? 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 × k എന്ന് പറഞ്ഞാലോ k ആണ്. 2 × 1 എന്ന് പറഞ്ഞാൽ എന്താ? 2 - 5 = 0 എന്ന് കിട്ടും. k 2 - 5 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? -3 അല്ലെ? അതിന് ചേർത്തോർക്ക് വലുതിന്റെ ചിഹ്നം ഇടാം. -3 = 0. k -3 ഇങ്ങ് പോകുന്ന എന്തായി മാറി? +3 ആയി മാറി. അപ്പൊ k ആയിട്ട് എന്ത് വില കൊടുക്കുമ്പോഴാണ് x - 1 ഘടകമാവുക? k ആയിട്ട് 3 കൊടുക്കുമ്പോഴാണ് x - 1 ഘടകമാവുക. ഇത്ര മാത്രമേ ചോദിച്ചുള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. അങ്ങനത്തെ ആ ബഹുപദം പോളിനോമിയൽ എഴുതിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പൊ k യുടെ വില എന്താ കിട്ടിയത്? നമുക്ക് 3 ആണ് കിട്ടിയത്. അങ്ങനെ ആ k യുടെ വിലക്ക് 3 കൊടുത്ത് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. k യുടെ വില 3. അപ്പൊ നമുക്ക് എന്താണ് ബഹുപദം p of x എന്തായി മാറി? 3x² + 2x - 5 ആണ്. x - 1 അല്ലേ നമ്മളോട് ഘടകമാണെന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പൊ നമ്മൾ കാണുന്നത് p of 1 കാണാണ്. 3 × 1² + 2 × 1 - 5. 3 × 1ന്റെ സ്ക്വയർ എന്താ? 1ന്റെ സ്ക്വയർ പറഞ്ഞാൽ 1 ആണ്. 1 × 3 പറഞ്ഞാലോ 3 ആണ്. 2 × 1 പറഞ്ഞാലോ 2 ആണ്. -5 3 2 കൂട്ടി 5 5 ന്ന് 5 കുറച്ച് 0. p of 1 0 കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഘടകമാണ് x - 1. അപ്പൊ k യുടെ വില എന്താ? k യുടെ വാല്യൂ ഓഫ് k = 3. ഐഡിയ മനസ്സിലായിട്ടുണ്ടോ? അല്ലേ? k യുടെ വില കാണുന്ന ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിച്ചു വരാറുണ്ടോ? നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കിട്ടുന്നില്ലെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് നല്ല രീതിയിൽ കണ്ട് പഠിക്കണേ. യെസ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഓക്കെ. രണ്ടാം കൃതി ബഹുപദത്തെ നമുക്ക് ഒന്നാം കൃതിയാക്കി മാറ്റാന് തുകയും ഗുണനഫലവും അറിയൂലെങ്കിൽ എങ്ങനെ ചെയ്യുന്നത് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചു തുക ഗുണനഫലം ആ മെത്തേഡ് അറിയൂലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതാണ് പഠിച്ചത്. പിന്നെ അതിന് ശേഷം നമ്മൾ പഠിച്ചത് എന്താ? യെസ്, രണ്ടാം കൃതി ബഹുപദത്തെ ഒന്നാം കൃതി ബഹുപദമാക്കാൻ കഴിയൂല എന്ന് തെളിയിച്ചു. അങ്ങനെ തെളിയിച്ചത് b² - 4ac <0 അല്ലെ? വിവേചകം 0 ചെറുതായ സംഖ്യയാണെങ്കിൽ നമുക്ക് അങ്ങനെ മാറ്റാൻ കഴിയൂല. അപ്പൊ അവസാനം നമ്മൾ k യുടെ വില കണ്ടുപിടിക്കുന്നത് പഠിച്ചു അല്ലെ? അപ്പൊ ഏകദേശം ഏരിയകളൊക്കെ നമ്മൾ ഇവിടെ കവർ ആയിട്ടുണ്ട്. ഇനി എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഈ ചാപ്റ്ററിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയും ഭാഗം നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, താങ്ക് യു.